യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുക. 71 വചനങ്ങളാണ്, 71 വാക്യങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത്. ഇപ്പോൾ ക്ലാസ്സിൽ സ്ഥിരമായി സംബന്ധിക്കുന്നവരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വന്നു കാണും. എങ്ങനെ ഷൈജൻ ബ്രദറെ വന്ന ചിന്ത എന്തായിരിക്കും? 71 വചനങ്ങളുണ്ട്, എന്തായിരിക്കും വന്ന ചിന്ത? ഇതെന്ന് തീരും കർത്താവേ സ്തോത്രം. അപ്പോ 71 വചനങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ കഴിവതും ഇത് വളരെ ചുരുക്കി സംക്ഷിപ്തമായിട്ട് ചിന്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന എല്ലാവരും ഗ്രഹിക്കാൻ, കാര്യങ്ങൾ വചനം പറയുന്നത് ഗ്രഹിക്കാൻ വളരെ പ്രാപ്തിയുള്ളവരായതുകൊണ്ട് അധികം വിശദീകരണത്തിൻ്റെ ആവശ്യകത ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല. ഈ അധ്യായത്തിലെ ഈ 6-ാം അധ്യായത്തിൽ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവ് ചെയ്ത 2 അടയാളങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. 2 അടയാളങ്ങൾ. എന്താ ഞാൻ അടയാളങ്ങൾ എന്ന് പറയാനുള്ള കാരണം? അത്ഭുതം എന്ന് പറയാതെ അടയാളങ്ങൾ എന്ന് പറയാനുള്ള കാരണം എന്താ? അതാണ് ഷൈജൻ ബ്രദർ പറഞ്ഞാണ് അതിൻ്റെ ഉത്തരം. എന്താ? യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ അത്ഭുതം എന്ന വാക്കല്ല ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ യേശുക്രിസ്തു ചെയ്ത എല്ലാ അത്ഭുതങ്ങൾക്കും യോഹന്നാൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അടയാളം എന്നുള്ള വാക്കാണ്. 2 അടയാളങ്ങൾ കർത്താവ് ചെയ്തത് ഈ അധ്യായത്തിൽ കാണുന്നുണ്ട്. അതിൽ ആദ്യ ഭാഗത്ത് നമ്മൾ കാണുന്നത്, നമ്മൾ കൊച്ചിലെ ബാല്യകാലം മുതൽ തന്നെ പറയാറുള്ള നമ്മുടെ മാതാപിതാക്കളും സൺഡേ സ്കൂൾ അധ്യാപകരും നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന അതേ രീതിയിൽ പറയുകയാണെങ്കിൽ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച കാര്യമാണ് ഇതിലാദ്യം കർത്താവ് ചെയ്ത അടയാളമായിട്ട് പറയാം. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ചരിത്രമാണ് ആദ്യം കർത്താവ് പറയാം. അത് 5-ാം വാക്യം മുതൽ 14-ാമത്തെ വാക്യം വരെ. നോട്ട് ചെയ്യുന്നവര് വാക്യം കൂടെ ഒന്ന് എഴുതി. മറ്റ് 4-ാം വാക്യം വരെ അതിൻ്റെ പശ്ചാത്തലമാണ് പറയുന്നത്, ബാക്ക്ഗ്രൗണ്ടാണ്. 5 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ 1-ാമത്തെ അടയാളം. ഏതാ? ഈ അധ്യായത്തിലെ 1-ാമത്തെ അടയാളം 5 അപ്പം കൊണ്ട് 5000 പേരെ. നമുക്കറിയാം 5000 പേരല്ലായിരുന്നു, അല്ലേ? ആണോ? 5000 പേരല്ല, പിന്നെ പുരുഷന്മാർ മാത്രമാണ് 5000. അപ്പൊ സ്ത്രീകളുടെ കണക്കും കുഞ്ഞുങ്ങളുടെ കണക്കും പറഞ്ഞിട്ടില്ല. അപ്പൊ 5000 അല്ല, പിന്നെ 10000 ആയിരിക്കാൻ സാധ്യതയില്ല. അത്രയും പേരെ കർത്താവ് 5 അപ്പം കൊണ്ട് പോഷിപ്പിച്ച കാര്യമാണ് ആദ്യം കാണുന്നത്. രണ്ടാമത് 15 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ ഉണ്ടോ? 15-ാം വാക്യം മുതൽ 21-ാം വാക്യം വരെ കർത്താവ് ശിഷ്യന്മാർക്ക് വേണ്ടി മലയിൽ നിന്ന് ഇറങ്ങി വന്ന് പടകിൽ യാത്ര ചെയ്യുന്ന ശിഷ്യന്മാർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? കടലിനെ ശാന്തമാക്കുന്നു, കാറ്റിനെ അടക്കുന്നു. ഇതാണ് 2-ാമത്തെ അടയാളം. ഈ 2 അടയാളങ്ങളാണ് ഈ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ ഭാഗത്തേക്ക് നമ്മൾ വരാൻ പോകുന്ന 5 മുതലുള്ള വാക്യങ്ങളിലാണ് അത് ആരംഭിക്കുന്നത്. ഈ അധ്യായം ആരംഭിക്കുന്നത്, 6-ാം അധ്യായം ആരംഭിക്കുന്നത് കണ്ടോ? എങ്ങനെയാണ് അത് തുടങ്ങുന്നത്? അനന്തരം എന്നാണ് തുടങ്ങുന്നത്, അല്ലേ? 1-ാമത്തെ വചനം തുടങ്ങുന്നത് അനന്തരം യേശു തിബരിയാസ് എന്ന ഗലീല കടലിന്റെ അക്കരയ്ക്ക് പോയി എന്നാണ് തുടങ്ങുന്നത്. അനന്തരം എന്ന് പറഞ്ഞാൽ ഈ 5-ാം അധ്യായത്തിൽ പറഞ്ഞ കാര്യത്തിന്റെ തൊട്ടടുത്ത് എന്ന് ഉള്ള അർത്ഥത്തിലല്ല. അനന്തരം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്നുള്ള ഒരു ചിന്തയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. എന്നാൽ ഇംഗ്ലീഷിൽ അത് കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? ആഫ്റ്റർ ദീസ് തിങ്സ് എന്നാണ്.
ഈ സംഭവങ്ങൾക്ക് ശേഷം, ഇത് ചില ദിവസങ്ങളുടെ ഇടവേളയുണ്ട്. അനന്തരം എന്നുള്ള ആ വാക്കിനോട് ബന്ധപ്പെട്ട് പഠിച്ചാൽ 5-ാം അധ്യായത്തിലെ സംഭവവും 6-ാം അധ്യായത്തിൽ നടക്കുന്ന കാര്യവും തമ്മിൽ ചില ദിവസങ്ങളുടെ വ്യത്യാസമുണ്ട് എന്ന് മനസ്സിലാകും. പെട്ടെന്ന് എന്നല്ല അതിൻ്റെ അർത്ഥം. നോക്കിക്കേ, 5-ാം അധ്യായത്തിന്റെ അതിന്റെ തെളിവ് ഞാൻ പറയാൻ പോവാം. 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നോക്കി. 5-1 എങ്ങനെയാ? അതിന്റെ ശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു യെരുശലേമിലേക്ക് പോയി. അപ്പോ 5-ാം അധ്യായത്തിലും നടക്കുന്ന കാര്യങ്ങൾ ഒരു ഉത്സവത്തോട് ബന്ധപ്പെട്ട് കർത്താവ് ചെല്ലുന്ന കാര്യം. ഇനി നോക്കുക, 6-ാം അധ്യായത്തിലേക്ക് വന്നേ. 6-ാം അധ്യായത്തിലെ കാര്യം നോക്കി. 4-ാം വാക്യം, 6-4 എടുക്കുന്നവർ അവിടെ പറയുന്നു യഹൂദന്മാരുടെ പെസഹ പെരുന്നാൾ. 5-ാം അധ്യായത്തിൽ പറയുന്നു യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് അല്ലേ യേശു യെരുശലേമിലേക്ക്. ഇവിടെ പറയുന്നു കർത്താവ് ഇപ്പൊ സംബന്ധിക്കാൻ പോകുന്നത് ഏത് പെസഹ പെരുന്നാളിലാണ്? പെസഹ പെരുന്നാൾ. അപ്പൊ ഈ 2 പെരുന്നാളുകൾക്ക് ഇടയിൽ ഒരു ഇടവേളയുണ്ട്. ചില ദിവസങ്ങൾ തീർച്ചയായിട്ടും ചുരുങ്ങിയത് ഉണ്ട്. അപ്പോൾ ഈ ദിവസങ്ങൾക്ക് ശേഷം കർത്താവ് തിബരിയാസ് എന്ന ഗലീല കടലിന്റെ അക്കരയ്ക്ക് പോയി എന്നാണ്. ഞാൻ ഇനി പറയുന്ന അല്പം ഭൂമിശാസ്ത്രമാണ്, ശ്രദ്ധിക്കണേ. ഈ 4 സുവിശേഷകന്മാർ, പുതിയ നിയമത്തിലെ 4 സുവിശേഷകന്മാർ ആരൊക്കെ? മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ഈ 4 സുവിശേഷകന്മാരും പറയുന്ന ഒരത്ഭുതമാണ് ഈ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന കാര്യം. എല്ലാ അത്ഭുതങ്ങളും എല്ലാ സുവിശേഷകന്മാരും പറഞ്ഞിട്ടില്ല. അതിലും പ്രത്യേകിച്ച് യോഹന്നാൻ. മറ്റ് സുവിശേഷകന്മാർ പറഞ്ഞിട്ടുള്ള അടയാളങ്ങൾ യോഹന്നാൻ പറയാൻ ശ്രമിച്ചിട്ടില്ല. താൻ പറഞ്ഞിട്ടുള്ള, മറ്റുള്ളവർ പറഞ്ഞിട്ടുള്ള അടയാളങ്ങളിൽ യോഹന്നാൻ പറഞ്ഞിരിക്കുന്ന ഒരടയാളമാണ് ഏത്? ഈ 5 അപ്പം കൊണ്ട്, ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ആ അടയാളം പറയുന്നു. നമുക്ക് നോക്കാം. ഞാൻ ഈ പറയുന്ന വേദഭാഗങ്ങൾ കുറിച്ചിട്ടുള്ളുക. ഇന്നിപ്പം നമ്മൾ ഒരു വാക്യം പരിധിയില്ലേ ബുദ്ധിമുട്ടി. ജോബിൻസിന്റെ കാരുണ്യം കൊണ്ട് ആ വാക്യം നമുക്ക് പെട്ടെന്ന് കിട്ടി ഇല്ലേ? ഇതുപോലെ ഈ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ചരിത്രം 4 സുവിശേഷകന്മാരും പറഞ്ഞിരിക്കുന്ന ഭാഗം റഫറൻസ് ചെയ്യാനെന്ന് പറയാം, എടുത്തു വായിക്കുകയില്ല. മത്തായി സുവിശേഷം 14-ാം അധ്യായത്തിലെ 13-ാം വാക്യമാണ്. അതാണ് മത്തായി പറയുന്നത്. മത്തായി സുവിശേഷം 14-13. മർക്കോസ് സുവിശേഷം 6-32 മർക്കോസ് പറയുന്നത് ഈ അടയാളം അല്ലെങ്കിൽ ഈ അത്ഭുതം, അവരുടെ ഭാഷയിൽ അത്ഭുതം. 3-ാമത് ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായത്തിലാണ്. ലൂക്കോസ് 9-10 മുതലാണ്. ഇവിടെ യോഹന്നാൻ പറയുന്നത് 6-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം മുതലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 4 സുവിശേഷങ്ങളിൽ ഈ അടയാളം പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ അത്ഭുതം പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചത്. ഇനി ഈ അത്ഭുതം നടക്കുന്ന, അല്ലെങ്കിൽ യോഹന്നാന്റെ ഭാഷയിൽ പറഞ്ഞാൽ എന്താ, ഈ അടയാളം നടക്കുന്ന സ്ഥലം കൃത്യമായിട്ട് പറയുന്ന വേദഭാഗങ്ങളുണ്ട്. അത് യോഹന്നാനും സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ കൃത്യമായിട്ട് പറയുന്ന ആരാണെന്നറിയാമോ? ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. ലൂക്കോസ് 9-10 ഈ സ്ഥലം എവിടെയാണ്, ഈ അത്ഭുതം അഥവാ ഈ അടയാളം നടക്കുന്നത് എവിടെയാണ് എന്ന് കൃത്യം പറഞ്ഞിട്ടുണ്ട്. 9-ാം അധ്യായം 10-ാം വാക്യം. അപ്പോസ്തലന്മാർ മടങ്ങി വന്നിട്ട്
തങ്ങൾ ചെയ്തത് ഒക്കെയും അവനോട് അറിയിച്ചു. അവൻ അവരെ കൂട്ടിക്കൊണ്ട് ബെത്സൈദ എന്ന പട്ടണത്തിലേക്ക് തനിച്ച് വാങ്ങിപ്പോയി. 11-ാം വാക്യം. അത് പുരുഷാരം അറിഞ്ഞ് അവനെ പിന്തുടർന്നു. അവൻ അവരെ കൈക്കൊണ്ട് ദൈവരാജ്യത്തെക്കുറിച്ച് അവരോട് സംസാരിക്കുകയും രോഗശാന്തി വേണ്ടിയവരെ സൗഖ്യമാക്കുകയും. എന്ന് പറയുന്ന ആ പട്ടണത്തിലേക്ക് കർത്താവ് പോയി. തുടർന്ന് നിങ്ങൾ വായിക്കണം, അവിടെ നിർത്തരുത്, വായിച്ചാൽ അറിയാം. പുരുഷാരം അങ്ങോട്ട് ഒഴുകി ചെല്ലുന്നു. മരുഭൂമിയാണ്, സന്ധ്യാസമയമാണ്. കർത്താവിടെ അത്ഭുതം പ്രവർത്തിക്കുന്നതായിട്ടാണ് അവിടെ രേഖപ്പെടുത്തിക്കുന്നത്. അത് മത്തായി കൃത്യമായിട്ട് പറയുക. ഇനിയും ലൂക്കോസ് കൃത്യമായിട്ട് പറയുക. മത്തായി സുവിശേഷകൻ പറയുന്നത് പടകിൽ കയറി നിർജ്ജനമായ ഒരു സ്ഥലത്തേക്ക് പോയെന്നാണ്. മത്തായി സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ ഈ സംഭവം ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഞാൻ പറഞ്ഞു പോകാം, സൗകര്യം പോലെ എടുത്തു നോക്കുകയും ചെയ്തു കൊടുക്കുക. അവിടെ മത്തായി സുവിശേഷകൻ പറയുന്നത് പടകിൽ കയറി നിർജ്ജനമായ ഒരു സ്ഥലത്തേക്ക് പോയി. നിർജ്ജനം എന്ന് പറഞ്ഞാൽ, നിർജ്ജനമായ സ്ഥലം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മരുഭൂമിയാണ്. നിർജ്ജനമായ ഒരു സ്ഥലത്തേക്ക് പോയി. ഇനി യോഹന്നാൻ പറയുന്നു, നോക്കുക ലൊക്കേഷൻ. ആ സ്ഥലം എവിടെയാണെന്നാ പറയുന്നത്? 6:1. അനന്തരം, ബൈബിളിൽ നോക്കി പറയണേ പ്ലീസ്. അനന്തരം യേശു തിബരിയാസ് എന്ന ഗലീലൈ കടലിന്റെ അക്കരയ്ക്ക് പോയി. ഗലീല കടലിന്റെ അക്കരെ തിബരിയാസ് എന്ന ആ സ്ഥലം, ആ കരയിൽ. ഞാൻ ഈ പറയുന്നത് ഈ വേദോത്സവം പഠിക്കാനാണല്ലോ നമ്മൾ. പഠനത്തോട് ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. യോഹന്നാൻ മാത്രമാണ് ഈ സ്ഥലത്തിന്, അല്ലെങ്കിൽ ഈ കടലിന്, ഈ തടാകത്തിന് തിബരിയാസ് എന്ന പേര് പറഞ്ഞിട്ടുള്ളത്. 2 അത് പറഞ്ഞിട്ടുള്ളത്. അത് ഒന്നിവിടെ 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലാണ് തിബരിയാസ് എന്ന ഈ സ്ഥലത്തെ കുറിച്ച്, അഥവാ ആ തടാകം, ആ തടാകത്തോട് ചേർന്നാണ്. ദൈവകൃപയാൽ ഇതൊക്കെ അതിലൂടെയൊക്കെ പോകാൻ പറ്റുമെങ്കിൽ ഒരു ഭാഗ്യമാകട്ടോ. പോയിട്ടുള്ളവർ ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. നമ്മുടെ ജിജി സാറ് പോയിട്ടുണ്ട്. ഞാനും ദൈവകൃപയാൽ ഒന്ന് പോകാൻ പറ്റിയിട്ടുണ്ട് അതിലൂടെ. രണ്ടാമത്തെ ഈ തിബരിയാസ് എന്ന് പറഞ്ഞിരിക്കുന്നത് 21-ാം അധ്യായത്തിലാണ്. 21-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ കണ്ടോ, അവിടെയും യേശുക്രിസ്തു ഒരു അടയാളം ചെയ്യുന്നു. ഇവിടെ യേശുക്രിസ്തു 6-ാം അധ്യായത്തിൽ അപ്പം കൊണ്ട് ചെയ്യുന്ന അടയാളമാണ്. അപ്പം കൊണ്ടും മീൻ കൊണ്ടും ചെയ്യുന്ന അടയാളം. 21-ാം അധ്യായത്തിലെ അടയാളവും യേശുക്രിസ്തു ചെയ്യുന്ന അടയാളം മീനിനോടും അപ്പത്തോടും ബന്ധപ്പെട്ടാണ്. 21-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നോക്കിക്കാട്ട്, യോഹന്നാൻ 21. അതിന്റെ ശേഷം യേശു പിന്നെയും തിബരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന രംഗമാണ് 21-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് യോഹന്നാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഏതാ? തിബരിയാസ് എന്ന പേര് ഈ സ്ഥലത്തിന് യോഹന്നാൻ അപ്പോസ്തലൻ മാത്രമേ പറയുന്നുള്ളൂ. ഇനിയും ഈ തിബരിയാസ് എന്ന് പറയുന്ന കടലിനോട് ബന്ധപ്പെട്ട് മാത്രമല്ല. നോക്കുക, 23-ാം വാക്യം, 6-ാം അധ്യായം, നമ്മുടെ പഠനഭാഗം, നമ്മുടെ പാഠഭാഗം, 6-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം നോക്കുക. എന്നാൽ വാഴ്ത്തിയിട്ട് അവർ അപ്പം തിന്ന സ്ഥലത്തിനരികെ തിബരിയാസിൽ നിന്ന് ചെറുപടകുകൾ എത്തി. അപ്പോൾ ഇതൊരു തടാകത്തിന്റെ പേര് മാത്രമല്ല, ഈ തിബരിയാസ് എന്നുള്ളത് ഒരു സ്ഥലത്തിന്റെ പേരുകൂടെയാണ്. ഈ തിബരിയാസ് എന്നുള്ള പേര് ഈ സ്ഥലത്തിന് വരാൻ ഉണ്ടായ കാരണം, എന്തുകൊണ്ടാണ് ഈ സ്ഥലത്തിന് തിബരിയാസ് എന്ന് പേര് വന്നത്? ബൈബിൾ ക്ലാസ് അല്ലേ, അപ്പം മറക്കാതെ എഴുതിയിട്ടോണേ. ഈ തിബരിയാസ് എന്ന പേര് ഈ സ്ഥലത്തിന് വരാൻ കാരണം AD 20
ഹേരോദ അന്തിപ്പാസ്. ഹേരോദാവുമാര് പലരുണ്ട് കേട്ടോ. നമ്മൾ ഈ വേദപുസ്തകം വായിക്കുമ്പോൾ മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിൽ ഹേരോദാവിനെ കാണാം. പിന്നിങ്ങോട്ട് വരുന്നോണ്ട് വേറെ ഹേരോദാവ് സ്നാപക യോഹന്നാനോട് ബന്ധപ്പെട്ട് യോഹന്നാനെ കാണാം. അപ്പസ്തലന്മാരുടെ പ്രവൃത്തിയിൽ വരുമ്പോൾ ഹേരോദാവുണ്ട്. ഒരിക്കലും വിചാരിക്കരുത് ഇതെല്ലാം ഒരു ഹേരോദാവ് എന്ന് വിചാരിക്കരുത്. ഒരു ഹേരോദാവ് അല്ല. പിന്നെ പല അവരുടെ ഈ ഫറോ എന്ന് പറയുന്നത് പോലെ, കൈസർ എന്ന് പറയുന്നത് പോലെ, സീസർ എന്ന് പറയുന്നത് പോലെ ഈ ഭരണാധികാരികളായ ഇവർക്ക് കൊടുത്തിരിക്കുന്ന കുടുംബനാമമാണ് ഹേരോദാവ് എന്നുള്ളത്. ആ ഹേരോദാവിനോട് ചേർത്ത് ഫിലിപ്പ് എന്നും അന്തിപ്പാസ് എന്നും ഓരോ പേരൂടെ ചേർന്ന് വന്നിട്ടുണ്ട്. ഈ തിബരിയാസ് എന്ന് പറഞ്ഞ പട്ടണം അത് ബിൽഡപ്പ് ചെയ്ത് അത് പണിത ഹേരോദാവ് അന്തിപ്പാസാണ്. ഹേരോദ അന്തിപ്പാസ് ഈ പട്ടണം പണിതിട്ട്, വാചകത്തിൽ ഞാൻ പറഞ്ഞങ്ങ് വിടാൻ കേട്ടോ, ഈ പട്ടണം പണിതിട്ട് അതിന് അക്കാലത്ത് റോമ ചക്രവർത്തിയായിരുന്ന ഹേരോദാവ് ഒരു പ്രോവിൻസിന്റെ ഗവർണറായിരുന്നു. ഹേരോദാവ് ഈ പട്ടണം തിബരിയാസ് പണിതിട്ട് അത് ആരുടെ പേരിട്ടെന്നറിയാമോ? തിബരിയാസ് കൈസറിന്റെ പേരിട്ടു. കാരണം തിബരിയാസ് കൈസറിന്റെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടി ഹേരോദാവ് ചെയ്തതാണ്, ഈ പണി കഴിപ്പിച്ചതാണ് ഈ തിബരിയാസ് എന്ന് പറയുന്ന പട്ടണം. ഇനിയും ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ പട്ടണത്തെ കുറിച്ചുള്ള പഠനം കഴിഞ്ഞിട്ട് ഇനി നമ്മൾക്ക് അടുത്ത നമ്മുടെ കർത്താവും ജനവുമായിട്ടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കാം. AD 70 യഹൂദ വംശത്തെക്കുറിച്ച്, യഹൂദ ജനത്തെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു പഠന കേന്ദ്രമായി ഈ തിബരിയാസ് പിൽക്കാലത്ത് മാറ്റപ്പെട്ടു. AD 70 ഒരു വലിയ സംഭവം നടന്നു. എന്താ? യെരുശലേം നശിപ്പിക്കപ്പെട്ടു, അല്ലേ? യെരുശലേം നാശം AD 70. അതിനുശേഷം യഹൂദ ചരിത്രം ജനങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഒരു പഠന സെന്ററായിട്ട്, പഠന കേന്ദ്രമാക്കി മാറ്റപ്പെട്ട സ്ഥലമാണ് പിൽക്കാലത്ത് ഈ തിബരിയാസ് എന്ന് പറയുന്ന ആ പട്ടണം. ഇനി നമുക്ക് 6-ാം അധ്യായത്തിന്റെ നമ്മുടെ പഠന ഭാഗത്തില് അടുത്ത ഭാഗത്തേക്ക് നമുക്ക് വരാം. 6-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. 1-ാം വാക്യത്തിൽ ആ ലൊക്കേഷനാണ്, ഈ അത്ഭുതം അഥവാ ഈ അടയാളം നടക്കുന്ന സ്ഥലമാണ് 1-ാം വാക്യത്തിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. 2-ാം വാക്യത്തിൽ കണ്ടോ, അവൻ രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട് ഒരു വലിയ പുരുഷാരം അവന്റെ പിന്നാലെ ചെന്നു. ഞാൻ ഓരോ വാക്യങ്ങളും വായിച്ചങ്ങ് പറഞ്ഞു പോകാം, പഠന സൗകര്യത്തിനും എളുപ്പത്തിനും വേണ്ടി. കർത്താവ് ഈ തിബരിയാസിലോട്ട് പോയി എന്നുള്ളത് ഇവരറിഞ്ഞു കഴിഞ്ഞപ്പോൾ, ജനം അറിഞ്ഞപ്പോൾ, അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് നോക്കിയേ, എന്താ? ഒരു വലിയ പുരുഷാർ, എ ഗ്രേറ്റ് മൾട്ടിറ്റ്യൂഡ് എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. കണ്ടോ? ഒരു വലിയ പുരുഷാർ. എന്താ? യേശുക്രിസ്തുവിന്റെ പുറകെ എങ്ങോട്ട് പോയി? കർത്താവ് പോയിടത്തോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സാധാരണ പറയില്ലേ, വെള്ളം പോകുന്നിടത്തോട്ട് മീൻ പോകുന്നു എന്ന് പറഞ്ഞ പോലെ, കർത്താവ് പോയിടത്തോട്ട് ഈ ജനമെല്ലാം കൂടെ പോവാണ്. എന്താ കാരണം നോക്കി ജോബിൻസൺ, എന്താ കാരണം? ഈ ജനമല്ല യേശുവിന്റെ പുറകെ പോയതിന്റെ കാരണം 2-ാം വാക്യം നോക്കി ഒന്ന് പറഞ്ഞ് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. അടയാളങ്ങൾ കണ്ടിട്ട്.
അതിൽ ഒരു വാക്കും ഇടരുത്. അവൻ രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങൾ. രോഗികളിൽ ചെയ്യുന്ന അടയാളം. എന്റെ ദൈവമേ, ഞാൻ എന്തിനാ ദൈവത്തെ വിളിച്ചത്? ജനം എന്തിനാ യേശുവിന്റെ അടുക്കൽ ചെല്ലുന്നത്? ജനത്തിന് വേണ്ടത് സ്വർഗമല്ല, രോഗസൗഖ്യം. ജനത്തിന് വേണ്ടത് പാപമോചനമല്ല, എന്താ വേണ്ടത്? ലോകസൗഖ്യം. ഇന്ന് നമ്മുടെ ഷൈജൻ ബ്രദറോ APS തമ്പാൻ എന്ന് പറഞ്ഞ പാവപ്പെട്ട ഞാനോ ഞങ്ങളൊക്കെ നടത്തുന്ന യോഗത്തിന് എത്ര പേര് വരും ബ്രദറെ? അതേസമയം തിരുനക്കര മൈതാനത്ത് നടക്കുന്ന മിറാക്കിൾ ക്രൂസേഡിന് എത്ര പേര് വരും? കുറ്റം പറയുകയാണ്, വിമർശിക്കുകയാണെന്ന് വിചാരിക്കരുത്. ഏത് കാലത്തും ജനത്തിനു വേണ്ടത് പാപമോചനം നൽകുന്ന യേശുവിനെ അല്ല, രോഗികളെ സൗഖ്യമാക്കുന്ന യേശുവിനെയാണ്. അപ്പം ദൈവത്തെ നോക്കി വാഴ്ത്തിയിട്ട് അപ്പം ഒരു 5 അപ്പം 5000 പേർക്ക് കൊടുക്കുന്ന യേശുവിനെയാണ്. കണ്ടോ, എന്തോ ഒരു അപകടകരമായ ഒരു സ്ഥിതിയാണ് ഇത്. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, നമ്മുടെ കർത്താവിന്റെ കാലത്ത് തുടങ്ങിയതാണ്. കേട്ടോ, നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കർത്താവ് സൗഖ്യം തരുവാൻ ശക്തനാണ്. ഏതു രോഗത്തിനും മതിയായവനാണ് നമ്മുടെ കർത്താവ്. എന്നാൽ ജനത്തിനാവശ്യം രോഗശാന്തി നൽകുന്ന യേശുവിനെ അല്ല, ജനത്തിനാവശ്യം പാപമോചനം നൽകുന്ന യേശുവിനെയാണ്. ഞാനും ജോബിൻസനും നമ്മുടെ ഷൈജൻ ബ്രദറും നമ്മുടെ ജിജി സാറും നമ്മുടെ ആലപ്പുഴയിൽ നിന്ന് സംബന്ധിക്കുന്ന രാജു മൈക്കിൾ സാറും ഒക്കെ ഉണ്ടല്ലോ. ഞാൻ വ്യക്തമായിട്ട് പറയട്ടെ, ദൈവദാസന്മാരോട് ഞാൻ പറയട്ടെ, നമ്മുടെ ശുശ്രൂഷകളിൽ ജനത്തിന് നൽകേണ്ടത് പാപങ്ങളെ പരിഹരിക്കുവാൻ ക്രൂശിൽ മരിച്ച് പാപമോചനം വരുത്തിയ ക്രിസ്തുവിനെയാണ് കൊടുക്കേണ്ടത്. ആമേൻ. അതാണ് പൗലോസ്ലീഹ പറഞ്ഞത് 1 കൊരിന്ത്യർ 1:23, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ജനത്തിനാവശ്യം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ്. ഞാൻ ഈ വാചകം കൂടുതൽ ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളിത് ചിന്തിക്കണം കേട്ടോ. ഈ കാലഘട്ടത്തിന്റെ അപകടം ദൈവവചനം അതുപോലെ പഠിക്കുന്ന നമ്മൾ ഗ്രഹിക്കണം. ജനം യേശുക്രിസ്തുവിന്റെ പിന്നാലെ ചെന്നത് എന്തിനാണ്? യേശുക്രിസ്തുവിനെ ജനം അനുഗമിക്കുന്നതിന്റെ കാരണം രോഗികളെ സൗഖ്യമാക്കുന്ന യേശു ആയതുകൊണ്ടാണ്. നമ്മളിവിടെ നിന്ന് ഞാൻ 1-2 വാചകത്തിൽ അതൊന്ന് പറഞ്ഞു പോകാം. കർത്താവിന്റെ അത്ഭുതങ്ങളാണ് ഏത് കാലഘട്ടത്തിലും ജനത്തെ ആകർഷിക്കുന്നത്. കർത്താവ് ചെയ്ത അത്ഭുതങ്ങളാണ് ഏത് കാലഘട്ടത്തിലും ജനത്തെ ആകർഷിക്കുന്നത്. ഇതേ അധ്യായം തന്നെ കർത്താവ് പറയുന്നത് നോക്കിയേ, 6-ാം അധ്യായത്തിൽ 25-ഉം 26-ഉം വാക്യങ്ങളും നോക്കിയേ. 25-ഉം 26-ഉം വാക്യങ്ങൾ. കടൽക്കരെ അവനെ കണ്ടെത്തിയപ്പോൾ റബ്ബി നീ എപ്പോൾ ഇവിടെ വന്നു എന്ന് ചോദിച്ചു. യേശുക്രിസ്തു ജനത്തെ വിട്ടങ്ങ് പോയി കടൽക്കര ചെന്നു. അപ്പൊ ഇവര് തെരഞ്ഞു പോവുക. യേശുക്രിസ്തു എവിടാന്ന് അറിയണം. അവര് ഓടിപ്പോവുക. കർത്താവിനെ കാണുന്നില്ല, യേശുവിനെ കാണുന്നില്ല. ഓടി ചെന്നിട്ട് ഇവര് ചോദിക്കുന്ന ചോദ്യമാണ്, എന്താ? നീ എപ്പോൾ ഇവിടെ വന്നു എന്ന് ചോദിച്ചു. യേശു പറഞ്ഞ ഉത്തരം നോക്കിയേ. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അടയാളം കണ്ടത് കൊണ്ടല്ല
അടയാളം കണ്ടത് കൊണ്ടല്ല, പിന്നെ അപ്പം തിന്ന് തൃപ്തരായത് കൊണ്ട് അത്രേ എന്നെ അന്വേഷിക്കുന്നത്. കൊണ്ട് അത്ര എന്നെ അന്വേഷിക്കുന്നത്. ഇവരെ യേശുക്രിസ്തുവിനെ അന്വേഷിക്കുന്നതിന്റെ കാരണം എന്താ? കർത്താവ് ചെയ്യുന്ന അടയാളത്തെക്കാൾ അവരെ ആകർഷിച്ചത് എന്താ? അപ്പം കിട്ടി, അത് തിന്നു. ശരീരത്തിന് വേണ്ട കാര്യങ്ങൾ അവർക്ക് ലഭിച്ചു എന്നുള്ളതാണ്. എന്നാൽ കർത്താവിന്റെ ലക്ഷ്യം അതായിരുന്നില്ല. ഇവർക്ക് അപ്പം കൊടുക്കണം എന്നുള്ളത് ആവശ്യമായിരുന്നു. അവരുടെ ശാരീരിക ആവശ്യം നിറവേറ്റുക എന്നുള്ളത് അത്യാവശ്യമാണ്. അത് കർത്താവിന്റെ കമ്പാഷൻ, ആ കർത്താവിന്റെ അനുകമ്പ നമ്മളിവിടെ ആദ്യം കാണുന്നുണ്ട്, ഞാൻ പറയാം. എന്നാൽ കർത്താവിന്റെ ലക്ഷ്യം എന്തായിരുന്നു അറിയാമോ? 31 വാക്യം മുതൽ 63 വാക്യം വരെ ഈ അപ്പത്തെക്കുറിച്ച് കർത്താവ് ഒരു പ്രസംഗം നടത്തുന്നു. അത് നമ്മൾ പിന്നാലെ പഠിക്കാൻ പോവാ. ഈ അപ്പം തിന്നവരുടെ നെറ്റിക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് യേശുക്രിസ്തു ചെയ്യുന്ന പ്രസംഗമാണ് 31 വാക്യം മുതൽ 68 വചനം വരെ ഒരു സുദീർഘമായ പ്രസംഗം. യേശു കർത്താവ് പറഞ്ഞ എന്താണെന്നറിയോ? നിങ്ങൾ തിന്നേണ്ട അപ്പം ഞാൻ തന്ന യവൻ കൊണ്ടുള്ള അപ്പമല്ല നിങ്ങൾ തിന്നേണ്ടത്. നിങ്ങൾ തിന്നേണ്ട അപ്പം ഞാനാണ്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് നിങ്ങൾക്ക് ജീവന് നൽകുന്ന ജീവന്റെ അപ്പമായ എന്നെയാണ് നിങ്ങൾ ഭക്ഷിക്കേണ്ടത്. മനസ്സിലായോ? മനസ്സിലായോ? ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ ആഗ്രഹം ജനം അപ്പം തിന്ന് തൃപ്തരാകണമെന്ന് മാത്രമല്ല, അത് വേണം. അതുകൊണ്ടാണ് അവർക്ക് ആദ്യം അപ്പം കൊടുത്തത്. എന്നാൽ കർത്താവ് പറഞ്ഞു, ആ അപ്പം തിന്നുന്നവരെല്ലാം മരിക്കും. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിലായിരുന്നു. ആ അപ്പം തിന്ന് എവിടുന്ന്? സ്വർഗത്തിൽ നിന്ന് കൊടുത്ത അപ്പമായിട്ട് മന്ന, അത് ഭക്ഷിച്ചിട്ട് അവര് മരിച്ചുപോയി. എന്നാൽ ഞാൻ എന്ന ജീവന്റെ അപ്പം, ദ ബ്രെഡ് ഓഫ് ലൈഫ്, ജീവന്റെ അപ്പം, എന്നെ നീ തിന്നാൽ നീ മരിക്കയില്ല. ഒടുക്കത്തെ നാളിൽ ഞാൻ നിന്നെ ഉയർത്തുന്നില്ല. കണ്ടോ? ഈ അത്ഭുതം കർത്താവായ യേശുക്രിസ്തു ചെയ്തതിന്റെ പിമ്പിൽ ഒരു വലിയ ഉദ്ദേശം നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനിയും ഏറ്റവും പ്രധാനപ്പെട്ട ഈ അധ്യായത്തില് കർത്താവ് ചെയ്ത ഈ അടയാളത്തോട് ബന്ധപ്പെട്ട് ഏറ്റവും ക്രീമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു പോവുക. ഇത് നമ്മൾക്ക് അനുഗ്രഹകരമായി തീരട്ടെ. ഇനി അടുത്ത വാക്യം, 3-ാമത്തെ വാക്യം, കർത്താവ് മലയിൽ കയറി ശിഷ്യന്മാരോടുകൂടെ അവിടെ ഇരുന്നു. നമ്മളൊക്കെ ഈ വാക്യം വായിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കർത്താവ് മലയിൽ കയറി ഇരുന്നു എന്നല്ല എഴുതിയിരിക്കുന്നത്. എന്താ എഴുതിയിരിക്കുന്നത്? ശിഷ്യന്മാരോട് കൂടെ കർത്താവ് ആ മലയിൽ ഇരുന്നു. കർത്താവ് ഈ മല കയറിയ, നമ്മൾ പറയുന്ന ശബരിമലയല്ല കേട്ടോ. കർത്താവ് ഈ മലയിൽ കയറിയ കാര്യം പലതും തിരുവെഴുത്തിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കാം. ഞാൻ പഴയ നിയമവും പുതിയ നിയമവും ഒക്കെ ചേർത്ത് പഠിക്കുമ്പോൾ ഈ ഭക്തന്മാരും പർവ്വതങ്ങളും തമ്മിലൊരു വലിയ ബന്ധം ശ്രദ്ധിച്ചിട്ടുണ്ടോ? സൗകര്യം കിട്ടുവാന്ന് ഒന്ന് പഠിക്കണേ. ഇന്നിപ്പോ നമ്മൾ തുടക്കത്തിൽ ഒരു വാക്യത്തിന്റെ കാര്യം പരതിയതുപോലെ നമ്മളൊന്ന് പരതി പഠിക്കണം കേട്ടോ. ഭക്തന്മാരും പർവ്വതം അഥവാ മലയും തമ്മിൽ ഒരു വലിയ ബന്ധമുണ്ട്. ഏലിയാവിനോട് ബന്ധപ്പെട്ടുണ്ട്. ആദ്യം തുടങ്ങുകയാണെങ്കിൽ മോശയോട് ബന്ധപ്പെട്ടുണ്ട്, ഏലിയാവിനോട് ബന്ധപ്പെട്ടുണ്ട്. ഇങ്ങനെ പഴയ നിയമ ചരിത്രത്തിൽ ഒത്തിരി ആളുകളുടെ ചരിത്രത്തിലുണ്ട്. പുതിയ നിയമത്തിൽ വരുമ്പോൾ നമ്മുടെ കർത്താവും മലയുമായിട്ടൊരു ബന്ധമുണ്ട്.
ഞാനത് ഒന്ന് ക്രമമായിട്ട് പറയാൻ ആഗ്രഹിക്കുക. യേശുക്രിസ്തുവിന്റെ ജീവചരിത്രത്തിൽ കർത്താവ് ഈ മലയോട് ബന്ധപ്പെട്ട്, മല എന്ന് പറഞ്ഞാൽ നമ്മള് പുതിയ നിയമത്തിൽ പർവ്വതം എന്നൊക്കെ അല്ല, പർവ്വതമെന്ന് ഈ മൗണ്ടൻ എന്നുള്ളതിന് മലയാളത്തിൽ മല എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. മൗണ്ടൻ എന്ന് പറയുന്ന പർവ്വതം എന്നുള്ള വാക്കല്ല ഉപയോഗിച്ചിരിക്കുന്നത്. കൃത്യമായ വാക്ക് ഈ മല എന്നുള്ള വാക്ക് തന്നെയാണ്. കാരണം ആ പ്രദേശങ്ങൾ സന്ദർശിച്ചിട്ടുള്ളവർക്കറിയാം, ചില സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ വലിയ മലയെന്ന് പറയുന്നത്, മറ്റൊക്കെ അത്രയും വലിയ മലയൊന്നുമല്ല. ഈ കാൽവരി മലയെക്കുറിച്ച് ഞാൻ ഒരു വാക്ക് പറയാം. കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ച ആ മലയെക്കുറിച്ച് ഈ പാട്ട് എഴുതുമ്പോഴും ഒക്കെ, അത് പക്ഷേ എനിക്കും അങ്ങനെ ഒരു കൈക്കുറ്റപ്പാട് വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ പാട്ട് എഴുതുന്നവരൊക്കെ ഈ അതൊരു വലിയ മലയായിട്ടാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെയല്ല. കാൽവരി മാമലയോരം, മാമല. പിന്നെ അതുപോലെ തന്നെ ഈ മാമല എന്നുള്ള വാക്ക് പലയിടത്തും മാമലയല്ല, മഹാമലയല്ല. ഞാൻ ആ സ്ഥലം ചെന്ന് കണ്ടാണ്. നമ്മള് നിരപ്പുള്ള സ്ഥലത്ത് നിന്നാൽ ഒരു 2 ആൾ പൊക്കം മാത്രമേ ഉള്ളൂ. കർത്താവ് ക്രൂശിക്കപ്പെട്ട ആ സ്ഥലം എന്ന് പറഞ്ഞ് 2 ആൾ ഉയരേ ഉള്ളൂ. എന്നാൽ അതൊരു മലയാണ്, ഒരു ചെറിയ മലയാണ്. ആ മലയുടെ മേലാണ് കാൽവരി മല. ആ മല ആ മലയിലാണ് കർത്താവ് മരിച്ച. അതൊരു വലിയ മലയല്ല. ഈ വേറെ ഏതോ പ്രസംഗം കേൾക്കുന്ന പോലെ എനിക്ക് തോന്നി കേട്ടോ. ഓക്കെ. ഞാൻ ഈ പറയുന്ന മൗണ്ടൻസ് അഥവാ ഈ മലകൾ യേശുക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ മലകളെ കുറിച്ച് എന്തുപറ്റി? എന്റെ സിസ്റ്റത്തിന്റെ വല്ല പ്രശ്നമാണോ? അല്ല സാറേ, ഒരാളുടെ ഫോൺ ഇത് അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട്. ശരിയായിട്ടുണ്ട്, പറഞ്ഞു സാർ. യെസ്, താങ്ക് യു. ഒന്ന് വിശദീകരിക്കത്തില്ല, ഇതൊക്കെ കോർത്തിണക്കി പഠിച്ചാൽ വലിയ പഠനവും വലിയ പ്രസംഗങ്ങളും. ഞാനത് ഓരോന്നൊന്ന് പറഞ്ഞു പോകത്ത്. ഒന്ന്, ദ മൗണ്ട് ഓഫ് ടെംപ്റ്റേഷൻ, പരീക്ഷയുടെ മല. മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ പരീക്ഷകൻ കർത്താവിനെ പരീക്ഷിക്കുമ്പോൾ അത് ഉയർന്ന മലയാകട്ടോ, ഉയർന്നൊരു കുന്നിന്റെ മേൽ കർത്താവിനെ കൂട്ടിക്കൊണ്ടുപോയി എന്ത് ചെയ്തു? ലോകത്തിലുള്ള സകല രാജ്യങ്ങളും അതിന്റെ മഹത്വം കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്താ, നീ വീണ് എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഞാൻ ഇതൊക്കെ നിനക്ക് തരാം എന്ന് പറഞ്ഞു. ഇതാണ് കർത്താവായ യേശുക്രിസ്തുവിനെ പരീക്ഷിക്കാൻ പിശാച് കൂട്ടിക്കൊണ്ടുപോയ ഉയർന്നൊരു മല. ആ മഹത്വം മുഴുവനും, ലോകത്തിന്റെ മഹത്വം മുഴുവനും പിശാച് കർത്താവിനെ കാണിച്ചു. ഇവിടൊക്കെ ഒരുപാട് സംശയം ഉണ്ടാകാം. ലോകം മുഴുവൻ കർത്താവ് കണ്ടോ, പിശാച് കാണിച്ചോ എന്നൊക്കെ കാണിച്ചു. യാതൊരു സംശയവും. ഇന്ന് വീട്ടിനകത്തോണ്ട് ഇരുന്നുകൊണ്ട് ലോകം മുഴുവൻ നമ്മുടെ ഈ കൊച്ചു സിസ്റ്റത്തിനകത്ത് കാണാൻ പറ്റുമെങ്കിൽ പിന്നെ പിശാചിന് അത് കാണിക്കാൻ എന്താണ് ഈ ബുദ്ധിമുട്ട് വരുന്നത്? അത് ഇനിയിപ്പം ഷൈജം ബ്രദർ പിന്നെ ഡിവൈസ് ആരുടെയാണെങ്കിൽ ആരുടെയാണെന്ന് അറിയാമെങ്കിൽ ഒന്ന് വിളിച്ചവരോട് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ ഒന്ന് പരീക്ഷയുടെ പർവ്വതമാണ്, പരീക്ഷയുടെ മലയാണ്. അവിടെ കർത്താവായ യേശുക്രിസ്തു ജയിച്ചു. ആ ജയിച്ചത് എങ്ങനെയാണ്? വീണ് എന്നെ നമസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു, നിന്നേന്നല്ല, ഒരൊറ്റയാളിനെ നമസ്കരിക്കത്തില്ല.
എന്തുകൊണ്ട് നമസ്കരിക്കത്തില്ല? നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ. ഇനി ക്ലാസ്സിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, പിശാചിന്റെ ഏറ്റവും വലിയ പരീക്ഷണത്തിന്റെ മലയാണ്. ഓർത്തോണം, ഇരുന്നോട്ടെ. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഫേസ്ബുക്കിലാണ് ഒരു വീടിന്റെ ഒരു വീട്, ഇത് എന്താ, അതിന്റെ ഹൗസ് വാമിങ് കഴിഞ്ഞു. ആ വീട്ടിൽ പത്രലേഖകരി ചെന്നു നോക്കിയപ്പോൾ ആ വീടിന്റെ ഭിത്തിയിൽ ഒരൊറ്റ ചിത്രം പോലും ഇല്ല. ഒരു ദൈവത്തിന്റെയും പടമില്ല, ഒരു ചിത്രവും ഇല്ല. അപ്പോൾ ഈ ചെന്ന പത്രലേഖകൻ ചോദിച്ചു ഒരു ചോദ്യം, എന്താ നിങ്ങളുടെ വീട്ടിൽ ആരുടെ ഒരു ഫോട്ടോയും കാണുന്നില്ലല്ലോ, ദൈവമെന്നോ അല്ലെങ്കിൽ അങ്ങനെ വിളിക്കപ്പെടുന്ന പലരുണ്ടല്ലോ, എന്താ ഫോട്ടോ വെക്കാത്തതെന്ന് ചോദിച്ചു. വേണ്ട, അതുണ്ടാക്കരുതെന്നും അത് വയ്ക്കരുതെന്നും അത് പൂജിക്കരുതെന്നും ഞങ്ങളുടെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനത് വായിച്ചു. വാസ്തവത്തിൽ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു മാന്യനായ മനുഷ്യനാണ് അത് പറഞ്ഞത്. കേട്ടോ? പരീക്ഷയുടെ മല, ദ മൗണ്ടൻ ഓഫ് ടെംപ്റ്റേഷൻ. കർത്താവ് ജയിച്ചു, ഞാനും നിങ്ങളും ജയിക്കണം. ക്രൈസ്തവമായാലും അക്രൈസ്തവമായാലും വിഗ്രഹമാണ്. കേട്ടോ? ദൈവമക്കൾ ഇത് ഗൗരവമായിട്ട് കാണും. 2, 5-ാം അധ്യായം, മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ദ മൗണ്ടൻ ഓഫ് ഇൻസ്ട്രക്ഷൻ, 1 മുതൽ മത്തായി സുവിശേഷം 5, 6, 7 3 അധ്യായം യേശുക്രിസ്തു പറഞ്ഞതും പഠിപ്പിച്ചതും എവിടെ വെച്ചാണ്? അതിനെ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ആ മലയെ അറിയപ്പെടുന്നത് എങ്ങനെ? ആ മലയും കർത്താവിന്റെ പഠിപ്പിക്കലും അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഗിരിപ്രഭാഷണം, ദ മൗണ്ടൻ ഓഫ് ഇൻസ്ട്രക്ഷൻ. നിർദ്ദേശങ്ങളുടെ, പഠനങ്ങളുടെ ഒരു മല. ഇത് ക്രിസ്തുവുമായിട്ട് ബന്ധമുള്ള പർവ്വതമാണ്. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളുടെ പഠനത്തിനും ചിന്തയ്ക്കും ഞാൻ വിടുകയാണ്. ഒരു ദൈവ പൈതല് ജീവിക്കേണ്ടത്, അതിനെക്കുറിച്ച് ഞാനത് ചുരുക്കി ഇങ്ങനെ പറഞ്ഞാൽ, യേശുക്രിസ്തു തൻ്റെ രാജ്യത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന പഠനമാണ് 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങൾ. ആ ദൈവരാജ്യത്തിലെ പ്രജകൾ ആരായിരിക്കണമെന്നും അവർ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും ആ രാജാവ് എങ്ങനെയുള്ളവനാണ് എന്നും വ്യക്തമാക്കുന്നതാണ് ഈ ഗിരിപ്രഭാഷണം എന്ന് പറയുന്നത്. പഠിപ്പിക്കുന്ന കർത്താവ്. അതാണ് 5-ാം അധ്യായത്തിലും 6-ാം അധ്യായം 5-ന്റെ 1 എങ്ങനെ തുടങ്ങുന്നതെന്ന് കണ്ടോ? എന്താ? അവൻ പുരുഷാരത്തെ കണ്ടിട്ട് മലമേൽ കയറി. അവൻ ഇരുന്ന ശേഷം ആ മലമേൽ കയറി എന്ന് പറഞ്ഞിട്ട് ശ്രദ്ധിക്കണേ, ഞാനത് പൂർണ്ണമായിട്ടൊന്ന് വായിക്കാൻ വേണ്ടി അത് വായിപ്പിച്ചത്. മലമേൽ കയറി എന്ന് പറഞ്ഞിട്ട് എന്താ? അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ ഇരുന്ന ശേഷം. ഞാന് ഒരു ദൈവദാസൻ, ഒരു പണ്ഡിതനായ ഒരു മനുഷ്യൻ, അദ്ദേഹം പഠിപ്പിച്ചപ്പോൾ പറഞ്ഞതാണ്, ലോകത്തിലുള്ള ഏത് ഗുരുക്കന്മാർക്കും നിന്നു പഠിപ്പിക്കാനുള്ള അവകാശമേ ഉള്ളൂ, അതിനുള്ള യോഗ്യതയുള്ളൂ. എന്നാൽ ഇരുന്നു പഠിപ്പിക്കാൻ യോഗ്യനായ ഒരേ ഒരു ഗുരു കർത്താവായ യേശുക്രിസ്തുവാണ്. അവൻ ഇരുന്ന ശേഷം അവരോട് പറഞ്ഞത്. നോക്കണം, ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നന്നായിട്ട് ദൈവവചനം പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എൻ്റെ ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന എല്ലാവരും. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ,
കർത്താവായ യേശുക്രിസ്തുവിന്റെ ഈ ഗിരിപ്രഭാഷണത്തിലെ ആശയങ്ങൾ നമുക്ക് തന്നെ ഇതുവരെയും പഠിക്കാൻ പറ്റിയിട്ടില്ല. ദുർഗ്രാഹ്യമാണ്, അനന്തമായ ഒരു പഠനമാണ്, അത്യഗാധമായ മഹാസമുദ്രം പോലെ കിടക്കുക. ഞാനിപ്പം അത്രേ പറയുന്നുള്ളൂ. എനിക്ക് ലോകത്തിലെ വലിയ പണ്ഡിതന്മാരെയൊക്കെ ചേർത്ത് ഈ ഗിരിപ്രഭാഷണവുമായിട്ട് ചേർത്ത് പറയണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇവിടെ നിന്ന് കേരളത്തിൽ നിന്നൊരു ഡെലിഗേഷൻ ശ്രീ രാധാകൃഷ്ണനെ കാണാൻ വേണ്ടി, ശ്രീ രാധാകൃഷ്ണൻ, ഇന്ത്യയുടെ പ്രസിഡന്റായിരുന്ന രാധാകൃഷ്ണനെ കാണാൻ ഡൽഹി ചെന്നപ്പോൾ അവര് കണ്ടത് കൊടും തണുപ്പത്ത് തീക്ക് അവിടെ ആഴികൂട്ടി, അന്ന് തീ കായുന്ന സമയമാണ്, ആ ആഴിക്ക് മുമ്പിലിരുന്ന് തീ കാഞ്ഞുകൊണ്ടിരിക്കുന്ന രാധാകൃഷ്ണൻ, ഡോക്ടർ ശ്രീ രാധാകൃഷ്ണൻ കർത്താവിന്റെ ഗിരിപ്രഭാഷണം വായിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണാൻ സാധിച്ചത് എന്ന് രാധാകൃഷ്ണനോട് ബന്ധപ്പെട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. ഇനി ഗാന്ധിജിയോട് ബന്ധപ്പെട്ടുണ്ട്. ലോകത്തിലെ വലിയ മഹാരഥന്മാരോട് ബന്ധപ്പെടുത്തി ഈ കാര്യങ്ങൾ നമ്മൾക്ക് പഠിക്കാൻ കഴിയും. നോക്കണം, ഒന്ന് ടെംപ്റ്റേഷന്റെ മലയാണ്, ദ മൗണ്ടൻ ഓഫ് ടെംപ്റ്റേഷൻ. രണ്ട്, ദ മൗണ്ടൻ ഓഫ് ഇൻസ്ട്രക്ഷൻസ്, കർത്താവ് നൽകുന്ന പഠനങ്ങളുടെ നിർദ്ദേശങ്ങളുടെ മല. മൂന്നാമത് നമ്മൾ ഈ വായിക്കുന്ന ഭാഗത്തോട്ട് വരാം. 6-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, യോഹന്നാൻ 6:3, ദ മൗണ്ടൻ, മലയിൽ കയറി ശിഷ്യന്മാരോടുകൂടെ അവിടെ ഇരുന്ന ശേഷം കർത്താവ് പിന്നെ ചെയ്തതാണ് ഈ 5 അപ്പം കൊണ്ടുള്ള അടയാളം. ദ മൗണ്ടൻ ഓഫ് പ്രൊവിഷൻ, കരുതലിന്റെ മല. സ്തോത്രം. ആ മലയിൽ മലയിലിരുന്ന് കർത്താവ് പഠിപ്പിക്കുന്ന സമയത്താണ്, ശിഷ്യന്മാരുടെ അടുത്തിരുന്ന് കർത്താവ് പഠിപ്പിക്കുന്ന സമയത്താണ് ഈ എണ്ണിയാൽ ഒടുങ്ങാത്ത പുരുഷാരമോട് വരുന്നത്. അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം. ദൈവത്തിന് സ്തോത്രം. ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞ് അടുത്തതിലേക്ക് പോകാൻ ആഗ്രഹിക്കുക. എന്താ? മരുഭൂമിയിൽ ലക്ഷോപലക്ഷം ജനത്തിന് നേരം തെറ്റാതെ എല്ലാ ദിവസവും വയറ് നിറച്ച് ആഹാരം കൊടുത്ത വലിയവനായ ദൈവം ഈ മലയിൽ, ദൈവത്തിന് സ്തോത്രം, തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ജനത്തിന്റെ വിശപ്പടക്കുന്ന അതിമനോഹരമായ കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം തരാൻ കർത്താവ് വിശ്വസ്തനാണ്. ഈ ഗിരിപ്രഭാഷണത്തിലെ ഒരു ഭാഗം ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കുക. 6-ാം അധ്യായം, മത്തായി സുവിശേഷം 6-ാം അധ്യായം, ഗിരിപ്രഭാഷണത്തിലോട്ട് ഒന്ന് തിരിച്ചു പോവുക. 6:25 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ, 25 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, പ്ലീസ്, സമയം ലാഭിക്കാൻ വേണ്ടി കേട്ടോ ഞാൻ പറഞ്ഞു. കർത്താവ് അവരോട് പറയാണ്, ശിഷ്യന്മാരോട് കർത്താവ് പറയുകയാണ്, എന്തുടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും എന്തു തിന്നും എന്ന് ജീവനായിക്കൊണ്ടും നിങ്ങൾ വിചാരപ്പെടരുത്. എന്നിട്ട് കർത്താവ് അടുത്ത് പറയുന്നത് എന്താ? ഇത് തരാൻ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് മതിയായവനാണ്. കേട്ടോ സഹോദരങ്ങളെ, ദൈവജനം നമ്മളെ പഠിപ്പിക്കുന്നത് നാളത്തേക്ക് ശേഷിപ്പിക്കുന്ന ഒരു പരിപാടി ദൈവവചനത്തിൽ ഇല്ല. കർത്താവ് ഇസ്രായേൽ ജനത്തിന് മന്ന കൊടുത്തപ്പോഴും ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു. എന്താണെന്നറിയാമോ? ഓരോരുത്തൻ എത്ര വെച്ച്? ഒരിടങ്ങഴി വെച്ച് പൊറുക്കിക്കോണം. ഇനി ഒരിടങ്ങഴിയിൽ കൂടുതലാകരുത്, ഒരിടങ്ങഴിയിൽ കുറച്ചു വരരുത്, പൊറുക്കിക്കോണം. എനിക്ക് അവിടുത്തെ അത്ഭുതങ്ങളൊക്കെ പുറപ്പാട് 16-ലാന്നേ, പുറപ്പാട് പുസ്തകം
16-ാം അധ്യായത്തിൽ നമ്മളത് നോക്കും. ഇതിനോട് ബന്ധപ്പെട്ട് ഇവര് വീട്ടിൽ കൊണ്ടുവന്ന് ഈ പെറുക്കി പിള്ളേരൊക്കെ പെറുക്കുന്നുണ്ടെങ്കിൽ എത്രയും കിട്ടും. കൊച്ചു പിള്ളേരൊക്കെ ഇത് മീൻ്റെ ചെതുമ്പില് പോലെ ഉള്ളൂ, ചെറിയൊരു പദാർത്ഥമായി ഈ മന്ന എന്ന് പറയും. ഇതിങ്ങനെ പെറുക്കിയെടുത്താൽ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ പറക്കുന്നുണ്ടെ വളരെ കുറച്ചേ കാണുകയുള്ളൂ. പിന്നെ പ്രായമുള്ളവർക്കും അത്ര എളുപ്പത്തിലൊന്നും പറക്കാൻ പറ്റുക. വീട്ടിൽ കൊണ്ടുവന്ന് അളന്നപ്പോഴും എങ്ങനെയാണെന്നറിയാമോ? അത് വായിച്ചിട്ടുള്ളവർക്കറിയാം. എന്താ? ഏറെ പെറുക്കിയവന് ഏറെയും പിന്നെ കുറെ പെറുക്കിയവന് കുറയുന്നില്ല. എല്ലാവർക്കും തുല്യം. ഒരിടങ്ങഴി അപ്പം, ഒരിടങ്ങഴി മന്ന. ഞാൻ പറയാൻ വന്നത് എന്താണെന്നറിയാം? ദൈവമക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണേ, പ്രത്യേകം ശ്രദ്ധിച്ചോണേ. ഞാൻ ഒന്നുകൂടെ പറയണം, പ്രത്യേകം ശ്രദ്ധിച്ചോണേ. ഇവര് ചില മിടുക്കന്മാരെന്തോ എന്നറിയാമോ? നീ നാളെ രാവിലെ കിട്ടിയില്ലെങ്കിൽ എന്നാ എടുക്കും? അതുകൊണ്ട് നമുക്ക് നാളത്തേക്ക് ഒരു സ്വല്പം മാറ്റി വെച്ചേക്കാമെന്ന് വിചാരിച്ചു. മാറ്റിവെച്ചു. എന്നാ സംഭവിച്ചു? രാവിലെ നോക്കിയപ്പോ മന്ന ഇല്ല, കുറെ കൃമികൾ ഇരിപ്പുണ്ട്. സഹോദരന്മാരെ, എല്ലാരും കേൾക്കുന്നുണ്ടോ? ഉണ്ട്. സ്തോത്രം. എന്താ ഇവിടുന്ന് പഠിപ്പിച്ച പാഠം? എന്താ ഇവിടുന്ന് പഠിപ്പിച്ച ഒരു പാഠം? അന്നേക്കുള്ളത് തരാൻ കർത്താവ് വിശ്വസ്തനാണ്. മനസ്സിലായോ? തീമോത്തിയോസിന് ലേഖനം എഴുതിയപ്പോൾ പൗലോസ് അത് വ്യക്തമായിട്ട് പറഞ്ഞു, പഠിപ്പിച്ചു. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ ഒരു ദൈവവൈതലിന് സാധിക്കണം. ഇതാണ് കർത്താവ് പഠിപ്പിച്ച പാഠം. ഞാൻ ഇപ്പൊ അവിടെ നിർത്തുകയാണ്. ഞാൻ അത് വിശദീകരിക്കുന്നില്ല. ദൈവമക്കളെ, നമുക്ക് അത്യാർത്തിയും അത്യാഗ്രഹവും പാടില്ല. മനുഷ്യൻ അതിക്രമങ്ങൾ ചെയ്യാൻ, അക്രമങ്ങൾ ചെയ്യാൻ, പാപങ്ങൾ ചെയ്യാൻ കാരണമായി തീരുന്നത് അത്യാഗ്രഹമാണ്. തലമുറകൾക്ക് വേണ്ടി കരുതി വെക്കാൻ ഉള്ള വ്യഗ്രതയാണ്. കേട്ടോ, ഇതൊരു വലിയ പാഠമായിരിക്കട്ടെ. ഇതൊരു വലിയ പാഠമായിരിക്കണം. എവിടെ അത്യാഗ്രഹമുണ്ടോ അവിടെ പാപം കടന്നു വരും. വിശ്വാസികളാണെങ്കിലും തങ്ങളുടെ ഓഫീസ് ജീവിതത്തിൽ, തങ്ങളുടെ തൊഴിൽ സംബന്ധമായ സ്ഥലത്ത് അവർ ജോലി ചെയ്യുമ്പോൾ പ്രത്യേകം ഓർത്തുകൊള്ളണം, അനധികൃതമായി യാതൊരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല. അഴിമതി എന്ന് പറയുന്നത് ദൈവജനത്തിന്റെ നിഘണ്ടുവിൽ ഉണ്ടാവാൻ പാടില്ല. അന്നേക്ക് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ നമ്മൾക്ക് സാധിക്കണം. ഇനി ഞാൻ ഒരു വാക്കുകൂടി ഇതിനോട് ചേർത്ത് പറഞ്ഞിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുക. ഇല്ലെങ്കിലും, ഇന്ന് കഴിക്കാനൊന്നും ഇല്ലെങ്കിലും വലിയ ബുദ്ധിമുട്ടൊന്നും വിചാരിച്ച് ഭാരപ്പെടരുത്. സ്തോത്രം. പട്ടിണി കിടക്കാൻ ദൈവമക്കൾ ശീലിക്കണം. ഇപ്പൊ ഞാൻ ഈ ക്ലാസ്സിൽ ഇത് പറയുന്നത് തീർച്ചയായിട്ടും അസ്ഥാനത്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ അസംബ്ലിയില് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമാണ്. എനിക്കിപ്പോ പറയുന്നതിന് ഒരു ലജ്ജയുമില്ല. ഒറ്റ വർഷം ഒരു മുണ്ടും ഒരു ഷർട്ടും കൊണ്ട് ഒറ്റ വർഷം സ്കൂളിൽ പോയ ഒരാളാണ് ഞാൻ. ഒറ്റ മുണ്ടും ഒരു ഷർട്ടും. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചാൽ മതി കേട്ടോ. എന്നാൽ ഞാൻ ഒരുങ്ങി ചെല്ലുന്നത്രയും നന്നായ വസ്ത്രധാരണം എൻ്റെ കൂട്ടുകാരും ഒരുങ്ങി വരുമായിരുന്നില്ല
എന്നാൽ ദൈവത്തിന് സ്തോത്രം, ഈ ദൈവം വിശ്വസ്തനാണ്. ആരോടും പറഞ്ഞിട്ടില്ല. പട്ടിണി കിടന്ന 18 ദിവസമൊക്കെ വെറും കപ്പലണ്ടി പരിപ്പും പച്ചവെള്ളം കുടിച്ചുകൊണ്ട് കർത്താവിന്റെ വേല ചെയ്തിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ മുമ്പിൽ കൈ നീട്ടിയിട്ടില്ല, കടം ചോദിച്ചിട്ടില്ല, തരണമെന്ന് പറഞ്ഞിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ശരീരത്തിന് വേണ്ട വസ്ത്രവും ജീവന് വേണ്ട ഭക്ഷണവും തരുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവ് അവർക്ക് ആഹാരം കൊടുക്കുകയാണ്. ദ മൗണ്ടൻ ഓഫ് പ്രൊവിഷൻ, കരുതലിന്റെ മല. 4-ാമത് 14-ാം അധ്യായത്തിന്റെ പുസ്തകം പറഞ്ഞില്ല, മത്തായി സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം. 14:23. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. തനിയെ കർത്താവ് മലയിൽ കയറിപ്പോയി. എന്ത് ചെയ്തു? പുരുഷാരത്തെ മുഴുവനും പറഞ്ഞയച്ചു. എന്നിട്ട് കർത്താവ് തനിയെ മലയിലേക്ക് പോയി. ഇനി നോക്കണം, നമ്മൾ ഇപ്പൊ പഠിക്കുന്ന 6-ാം അധ്യായത്തിലേക്ക് വന്നാട്ട് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. അവർ വന്നു രാജാവാക്കുവാൻ ഭാവിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് പിന്നെയും തനിച്ച് തനിയെ മലയിലേക്ക് പോകുന്ന കർത്താവായ യേശു ക്രിസ്തു. ഏകാന്തതയുടെ മലയാണിത്. ദ മൗണ്ടൻ ഓഫ് ഐസൊലേഷൻ. ഏകാന്തമായി ഇരിക്കുവാൻ മലയിലേക്ക് കയറിപ്പോകുന്ന കർത്താവായ യേശു ക്രിസ്തു. കർത്താവിന്റെ പർവ്വത ജീവിതം നല്ലൊരു പഠനമല്ലേ? മത്തായി സുവിശേഷത്തിൽ പറഞ്ഞത് അവന് പ്രാർത്ഥിക്കുവാൻ തനിയെ മലയിലേക്ക് കയറിപ്പോയെന്നാണ്. ഇനി നമുക്ക് ഈ 8-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നാട്ടെ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തില് അത് ആരംഭിക്കുമ്പോൾ എങ്ങനെയാണ് പറയുന്നത് നോക്കിയേ. യേശു ഒലിവുമലയിലേക്ക് പോയി. യേശു ഒലിവുമലയിലേക്ക് പോയി. 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. ഇനി 7:53 നോക്കിയേ. അങ്ങനെ ഓരോരുത്തൻ താന്താന്റെ വീട്ടിൽ പോയി. ഓരോരുത്തൻ താന്താന്റെ വീട്ടിൽ പോയി. യേശു എങ്ങോട്ട് പോയി? മലയിലേക്ക് പോയി. ഞാൻ ഈ ഭാഗം പണ്ട് ഒരിടത്ത് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അവർക്ക് പോകാൻ ഒരു വീടുണ്ടായിരുന്നു, എന്നാൽ എൻ്റെ യേശുവിന് പോകാൻ ഒരു വീടുണ്ടായിരുന്നില്ല. കർത്താവിന് പോകാനുണ്ടായിരുന്നത് ഒരു മലയായിരുന്നു. ആ മല കർത്താവിന് വലിയ ഇഷ്ടമായിരുന്നു. ആ മലയുടെ പേര് ഞാനിവിടെ പറഞ്ഞു, ഏകാന്തതയുടെ മലയാണ്. ഞാൻ അതിന് വേറൊരു പേരൂടെ കൊടുക്കാം, ദ മൗണ്ടൻ ഓഫ് പ്രയർ. പ്രാർത്ഥനയുടെ മലയാണത്. ഈ കർത്താവിന്റെ വചനം കേൾക്കാൻ വന്നവരും അത്ഭുതം കാണാനും അനുഭവിക്കാനും വന്നവരുമെല്ലാം വീട്ടിൽ പോയി അപ്പന്റെയും അമ്മയുടെയും ഭാര്യയുടെയും ഭർത്താവിന്റെയും മക്കളുടെയും ഒക്കെ കൂടെ അവര് താമസിക്കുകയാണ്. അവര് സന്തോഷിക്കുകയാണ്. വീട്ടിൽ ചെന്ന് അവരുടെ കൂടപ്പിറപ്പുകളുമായിട്ടൊക്കെ സന്തോഷിക്കുകയാണ്. എന്നാൽ യേശു തനിയെ മലയിലോട്ട് പോയി. അവൻ ആരുടെ കൂടെ ആ സമയം കഴിച്ചത്? ദൈവത്തോടുകൂടെ സമയം കഴിക്കുന്ന ഒരു മല യേശു ക്രിസ്തുവിനുണ്ടായിരുന്നു. ദ മൗണ്ടൻ ഓഫ് ഐസൊലേഷൻ, ഏകാന്തതയുടെ മല. ഒരൊറ്റ കുഞ്ഞുങ്ങളും ലോകത്തുള്ള ഒരു മനുഷ്യനും തന്നെ ശല്യപ്പെടുത്താനില്ല. താനും പിതാവും മാത്രം ബന്ധപ്പെടുന്ന അനുഗ്രഹിതമായ പ്രാർത്ഥനയുടെ മല. സ്തോത്രം. ഇതെല്ലാം നമുക്കൊരു പാഠമായിരിക്കട്ടെ.
പ്രിയപ്പെട്ടവരെ. ഇനിയും മത്തായി സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം. മത്തായി സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം. യേശു അവിടെ നിന്ന് യാത്രയായി ഗലീല കടലിനരികെ ചെന്ന് മലയിൽ കയറി അവിടെ ഇരുന്നു. വായിച്ചാട്ടെ അടുത്ത. വളരെ പുരുഷാരം മുടന്തർ, കുരുടർ, ഊമർ, കൂനർ മുതലായ പലരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവന്റെ കാൽക്കൽ വെച്ചു. അവൻ അവരെ സൗഖ്യമാക്കി. ഉണ്ടോ? The mountain of compassion. അനുകമ്പയുടെ മല, മനസ്സലിവിന്റെ മല. യേശുക്രിസ്തു ഈ മലയിൽ കയറിയപ്പോൾ ജനമെന്താ ചെയ്യുന്നത്? രോഗികളെ യേശുക്രിസ്തുവിന്റെ അടുക്കൽ കൊണ്ടുവരികയാണ്. അവരെ കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവന്ന് കർത്താവിന്റെ മുമ്പിൽ അവരെ വെച്ചു. കർത്താവ് അവരെ സൗഖ്യം. മുടന്തന്മാരുണ്ട്, ഊമന്മാരുണ്ട്, കുരുടന്മാരുണ്ട്, ചെകിടന്മാരുണ്ട്, ഇവരെല്ലാവരും ഉണ്ട്. എന്നാൽ അനുകമ്പയുള്ള, കരുണയുള്ള, മനസ്സലിവുള്ള, ആർദ്രതയുള്ള കർത്താവ് അവരെ സൗഖ്യമാക്കി. The mountain of compassion, മനസ്സലിവ്. ഇതൊക്കെ വളരെ വിശാലമായി ചിന്തിക്കാനും പഠിക്കാനും കഴിയുന്ന കാര്യമാണ്. കമ്പാഷൻ എന്നുള്ള വാക്ക്, മനസ്സലിവ് എന്നുള്ള വാക്ക് പുതിയ നിയമത്തിൽ ധാരാളം പ്രയോഗിച്ചിട്ടുള്ള ഒരു വാക്കാണ്. അതിലുപരി പൗലോസിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വാക്കാണ് ഈ മനസ്സലിവ് എന്നുള്ളത്. പൗലോസ് ലേഖനത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നതാണ്. ഞാൻ ഒറ്റ വാക്കിൽ ഇങ്ങനെ പറഞ്ഞു പോകാം. മനസ്സലിവ് ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സിൽ ഒന്നാണ്, ദൈവത്തിന്റെ സ്വഭാവങ്ങളിൽ ഒന്നാണ് മനസ്സലിവ്. ഒരു ദൈവവൈതലിന് മനസ്സലിവുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവന് കർത്താവിന്റെ സ്വഭാവം ഉണ്ടെന്നാണ്. കേട്ടോ? The mountain of compassion. ഇനിയും 17-ാം അധ്യായം മത്തായി സുവിശേഷം, മറ്റു സുവിശേഷങ്ങളിലും ഉണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു വാക്യം മാത്രം ഇപ്പോൾ വായിച്ചു പോകാം. 17-ാം അധ്യായം മത്തായി 17-ന്റെ 1-ാം വാക്യം. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവന്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി. ഈ മല കേട്ടോ, ഇത് ഞാൻ മുമ്പേ ആദ്യം പറഞ്ഞതുപോലെ ചെറിയ മലയല്ല. ഇത് ഉയർന്ന ഒരു മലയാണ്. അവിടെ ഈ നമ്മള് കാണാനായിട്ട് ആ സ്ഥലത്ത് ചെന്നാല് ഈ മല കാണാൻ നമ്മൾക്ക് ഈ മലയ്ക്ക് ഒരു പേരുണ്ട്. എന്താ? ദ മൗണ്ടൻ ഓഫ് ട്രാൻസ്ഫിഗറേഷൻ. എന്താ? രൂപാന്തരത്തിന്റെ മല എന്നാണ് അതിന്റെ പേര്. ഈ മല അല്പം കണ്ടോ, അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ഉയർന്നൊരു മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കണ്ടോ? 6 ദിവസം കഴിഞ്ഞ്. ഞാൻ മിണ്ടുന്നില്ല കേട്ടോ, എനിക്ക് പേടിയായത്. ഞങ്ങൾ ഈ സ്ഥലം കാണാൻ പോയിട്ട് ഈ മല കയറിയിട്ട് താഴോട്ട് വരുമ്പോഴ് എന്നോട് ആവശ്യപ്പെട്ടു. അന്ന് കൊണ്ടുപോയ ആള് എനിക്ക് വളരെ എന്നെക്കാൾ എൻ്റെ മകന്റെ പ്രായം അല്ല, അതിനേക്കാൾ ഇച്ചിരൂടെ പ്രായമുള്ള ഒരാളാ. എന്നെ അച്ചാച്ച എന്ന് വിളിക്കുന്നവരാ. അച്ഛാ, ഈ മലയെക്കുറിച്ച് ഒന്ന് പറയാൻ പറഞ്ഞു. അവിടെ നിന്ന് താഴോട്ടിറങ്ങി വന്നാൽ, ഈ മലയിൽ നിന്ന് താഴോട്ടിറങ്ങി വന്നാൽ പകുതി എത്തുന്നുടനെ, അപ്പൊ ഇവിടെ കയറി പോകുമ്പോൾ പകുതി എത്തിയാൽ അവിടുന്ന് നമ്മൾ പോകുന്ന വണ്ടിയെ പോകാൻ പറ്റുകയില്ല. അവർക്ക് പ്രത്യേകം വണ്ടി ഉണ്ടാക്കി കയറ്റം കയറണമെങ്കിൽ. ആ മലയാണിത്. ആ മലയിൽ കർത്താവ്
ഈ 3 പേരെ മാത്രം. ആരെയൊക്കെ? പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും. 3 പേരെ മാത്രം കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുമ്പിൽ കർത്താവ് രൂപാന്തരപ്പെട്ടു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ആ ഇറങ്ങി വന്ന് ഏകദേശം നല്ലൊരു സമയമുണ്ട്, 1 മണിക്കൂറെങ്കിലും കുറഞ്ഞതുകൊണ്ട്. ഇറങ്ങി വരുന്ന സമയത്ത് ആ വാഹനത്തിൽ മൈക്കുണ്ടായിരുന്നു. മൈക്കിൽ ഞാൻ ഇതിനെക്കുറിച്ചൊരു വിവരണം കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ഇന്നും അത് ഓർക്കുമ്പോൾ, റെക്കോർഡ് ചെയ്തിട്ടില്ല, അത് ഓർക്കുമ്പോൾ എനിക്ക് എൻ്റെ ശരീരം കുളിരുകോരിയിടും. ആ മലയുടെ മുകളിൽ നിന്നപ്പോഴുണ്ടായ അനുഭവം, രൂപാന്തരത്തിന്റെ മല. അവിടെ കർത്താവ് വന്നു, കർത്താവോടുണ്ട്, പിന്നെ മോശയും ഏലിയാവും. ഇവര് 3 പേരും എങ്ങനെയാ നിൽക്കുന്നത്? രൂപാന്തരപ്പെട്ടാ നിൽക്കുന്നത്. മൊത്തം 6 പേരുണ്ട് ആ മലയിൽ. യേശുക്രിസ്തു, മോശ, ഏലിയാവ്. ഇപ്പുറത്ത് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. നിങ്ങൾ ഓർക്കണേ, ഈ രൂപാന്തരപ്പെട്ട് നിൽക്കുന്ന കർത്താവിനെയും മോശയെയും ഏലിയാവിനെയും ഇവര് 3 പേരും കാണണമെങ്കിൽ അവരുടെ കണ്ണിന് രൂപാന്തരം സംഭവിച്ചെങ്കിലേ കാണാൻ പറ്റുള്ളൂ. അല്പനേരത്തേക്ക് കർത്താവ് അവരുടെ കണ്ണ് രൂപാന്തരപ്പെടുത്തി. എന്തിന്? രൂപാന്തര ശരീരികളെ കാണാൻ കഴിയത്തക്ക വിധത്തിൽ ആ കണ്ണുകളെ രൂപാന്തരപ്പെടുത്തി. ശരീരം രൂപാന്തരപ്പെട്ട് കാണില്ല എന്നല്ല, ഇല്ല. എന്നാ ഞാൻ ആ ഇറങ്ങി വന്ന് ഈ കാര്യം വിവരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, സഹോദരന്മാരെ, നമ്മുടെ കർത്താവും മോശയും ഏലിയാവും രൂപാന്തരപ്പെട്ട് അവിടെ നിന്ന കാഴ്ച കണ്ട പത്രോസ് വിളിച്ചു പറഞ്ഞു, ഇങ്ങനൊരനുഭവം ഉണ്ടായെങ്കിൽ എത്ര നല്ലായിരുന്നു. നമുക്ക് 3 കുടിലുണ്ടാക്കാം. തങ്ങളെ തന്നെ മറന്നു 3 കുടിലുണ്ടാക്കാം. 1 കർത്താവിനും, 1 ഏലിയാവിനും, 1 മോശയ്ക്കും. ഞാൻ പറഞ്ഞ വാചകം ഇതാണ്. അത് കണ്ടിട്ട് ആസ്വദിച്ച് അതിൻ്റെ ആസ്വാദ്യത പൂർണ്ണമായിട്ട് ഈ 3 പേര് അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കത് അവിസ്മരണീയമായൊരു സംഭവമായി. എന്നാൽ ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, വൈകാതെ ഉയർന്ന ആ മലയിൽ നമ്മൾ ചെല്ലും. സ്തോത്രം. പത്രോസ്, യാക്കോബും യോഹന്നാനും ഇരുന്ന പോലെയല്ല, പിന്നെ രൂപാന്തരപ്പെട്ട് നമ്മൾ അവിടെ എത്തും. നമ്മുടെ കർത്താവിനോടുകൂടെ നമ്മൾ വാഴുന്ന ഒരു അനുഭവം. ഇതാണ് ദ മൗണ്ടൻ ഓഫ് ട്രാൻസ്ഫിഗറേഷൻ, രൂപാന്തരത്തിന്റെ മല. ഇതൊക്കെ ചുമ്മാതൊന്നും അല്ല കേട്ടോ, നടക്കാൻ പോകുന്ന കാര്യമായി പറഞ്ഞത്. സമയം തീരാൻ പോകുന്നതുകൊണ്ട് 2 മലകളുടെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മളെ പഠിക്കാനുള്ളത്. ആ റെഫറൻസ് പറഞ്ഞ് ഞാൻ നിർത്താം. മത്തായി 24:3. ആ മലയുടെ പേര് അവിടെ പറഞ്ഞിട്ടുണ്ട്, ഒലിവ് മല. അവൻ ഒലിവ് മലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്നു. യേശു കർത്താവിന്റെ അടുക്കൽ. സമയമുള്ളപ്പോൾ ഒന്ന് വായിച്ചോണേ. എന്താണ് ഈ മലയുടെ പ്രത്യേകത എന്നറിയാമോ? ദ മൗണ്ടൻ ഓഫ് പ്രെഡിക്ഷൻ, പ്രവചനത്തിന്റെ മല. വേദോസ്തം അറിയാവുന്നവർക്കറിയാം. ജോസാറൊക്കെ ഈ ഭാഗമൊക്കെ വായിച്ചിട്ടുള്ളതാണ്. ചിലപ്പം പ്രസംഗിക്കുന്നതായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ വിചാരിക്കും. എന്താ ഈ മലയിൽ നിന്ന് കർത്താവ് പറഞ്ഞത്? ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം. കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് മുമ്പ് ഈ ലോകത്തിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് കർത്താവ് ആ മലയിൽ നിന്ന്, ആ പ്രവചന കുന്നിൽ നിന്ന് ലോകത്തിന്റെ ഭാവിയിലേക്ക് നോക്കി ജനത്തോട് വിളിച്ചു പറയുന്നല്ല, തൻ്റെ അടുക്കൽ വന്ന ശിഷ്യന്മാരോട്
കർത്താവ് പറയുന്ന പ്രവചന ഭാഗമാണ് ഈ 24-ാം അധ്യായം. പ്രവചനത്തിന്റെ മല. എന്തൊക്കെയാ നടക്കാൻ പോകുന്നത്? ഞാനിപ്പം ഒറ്റ വാചകത്തിൽ നിർത്തുക. നിങ്ങൾ പഠിച്ചോ കേട്ടോ. ഇനിയും ഒരു മല കൂടെ കർത്താവിന്റെ ജീവിതം, ഇതെല്ലാം കർത്താവിനോട് ബന്ധപ്പെട്ട കേട്ടോ, പറഞ്ഞ യേശു കർത്താവിന്റെ ജീവചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട മലകളാണ്. ഇനിയും ഒരു മല കൂടെ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ചിന്തിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. അപ്പോസ്തലന്മാരുടെ അവൻ പ്രവൃത്തികൾ യെരുശലേമിന് സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഒലിവ് മല വിട്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അവർ അല്ലേ? ആരെ? അതെ. കർത്താവിനെ അനുഗമിച്ച ആ മലയുടെ മണ്ടയ്ക്ക് ചെന്നോ? ഇത് ഒലിവ് മല തന്നെ. അവരെന്ത് ചെയ്തു? അവർ ആ മലയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പക്ഷെ ആ മലയിൽ വെച്ച് എന്തോ സംഭവിച്ചെന്നറിയാമോ? 9 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ അറിയാം. ഇത് പറഞ്ഞിട്ട് അവർ കാണെ അവൻ ആരോഹണം ചെയ്തു. ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. സ്തോത്രം. ദൈവത്തിന് മഹത്വം. ഈ മലയുടെ പേരെന്താണെന്നറിയാമോ? ദ മൗണ്ടൻ ഓഫ് അസെൻഷൻ. ആരോഹണത്തിന്റെ മല. കർത്താവായ യേശു ക്രിസ്തു ആരോഹണം ചെയ്ത ഒരു മല. തന്റെ ശുശ്രൂഷകളെല്ലാം പൂർത്തീകരിച്ചിട്ട്, ഇതിനിടയ്ക്കൊരു കാൽവരി മലയുണ്ട്. ആ കാൽവരി മലയിൽ തന്റെ ശുശ്രൂഷ മുഴുവൻ തികച്ചതിന് ശേഷം 40 ദിവസം പുനരുദ്ധാനം ചെയ്തതിനു ശേഷം 40 ദിവസം അവരോടൊപ്പം നടന്ന് ദൈവരാജ്യത്തെ കുറിച്ചുള്ള സന്ദേശങ്ങൾ അവരെ പഠിപ്പിച്ചതിന് ശേഷം ഒടുവിൽ ആ 11 പേരെയും കൂട്ടിക്കൊണ്ട് ആ ഒലിവുമലയിൽ ചെന്നിട്ട് അവരുടെ മുമ്പിൽ നിന്ന് കൈ ഉയർത്തി അവരെ അനുഗ്രഹിക്കൽ കർത്താവായ യേശു സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം ആ ഭാഗം വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. 50-ാം വാക്യം. ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 50-ാം വാക്യം. അനന്തരം അവൻ അവരെ ബേഥാനിയോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അവരെ അനുഗ്രഹിക്കയിൽ അവൻ അവരെ വിട്ടുപിരിഞ്ഞു സ്വർഗാരോഹണം ചെയ്തു. അവർ അവനെ നമസ്കരിച്ച് മഹാസന്തോഷത്തോടെ യെരുശലേമിലേക്ക് മടങ്ങി ചെന്നു. 51-ാം വാക്യം നോക്കി. അവൻ കൈ ഉയർത്തി കർത്താവ് അവരെ അനുഗ്രഹിക്കുക. എനിക്ക് ആ വാക്യം വലിയ ഇഷ്ടമാണ്. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവരോടൊക്കെ ഞങ്ങൾ ദൈവദാസന്മാര് ആ വിവാഹ ശുശ്രൂഷ നടത്തി കഴിഞ്ഞിട്ട് ഞങ്ങൾ പറയാറുള്ള വചനങ്ങളിൽ ഒന്നായത്, കർത്താവ് തൻ്റെ കൈ ഉയർത്തി തൻ്റെ ശിഷ്യന്മാരെ അനുഗ്രഹിക്കുകയും അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ഞാനിങ്ങനെ പറയട്ടെ, യേശുക്രിസ്തു ഇങ്ങനെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമ്പോൾ അവിടെ നിന്ന് നോക്കിക്കൊണ്ട് നിന്ന് ശിഷ്യന്മാർ കർത്താവ് മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് അവരുടെ കണ്ണും തലയും ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് മേഘം വന്നു മൂടിയിട്ട് അവൻ കാഴ്ചയ്ക്ക് പറഞ്ഞു. ഞാനൊരു ദൈവദാസിൽ നിന്ന് കേട്ടതാണിത്. ഞാനിത് പലയിടത്തും പറയാറുണ്ട്. സ്തോത്രം. ആ ശിഷ്യന്മാര് കണ്ട കാഴ്ച എന്താണെന്നറിയോ? എന്താ കണ്ടേ? ആ കൈ ഉയർത്തി അവരെ അനുഗ്രഹിക്കുന്ന കർത്താവ് ആ ഉയർത്തി കൈയോടുകൂടെ സ്വർഗത്തിലേക്ക് പോകുന്നതാണ് കണ്ടത്. ഞാൻ പറയട്ടെ, എന്റെയും നിങ്ങളുടെയും തലയ്ക്കും ഇതേ ഉയർത്തപ്പെട്ടിരിക്കുന്ന ആ കരം ഇന്നും താണുപോയിട്ടില്ല. ആ കരം ഇന്നും നമ്മുടെ മുകളിൽ ഉയർന്നു തന്നെ ഉണ്ട്. അനുഗ്രഹിക്കുന്ന
നമ്മളെ കർത്താവിന്റെ കരങ്ങൾ. കർത്താവിൽ നമ്മൾക്ക് ചാരാം. ഈ പഠനം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ഒരു ബലവും അനുഗ്രഹവുമാകട്ടെ. ഇവിടെ ആരംഭിച്ച് അങ്ങ് സിയോൻ മലയിൽ അവസാനിക്കുന്ന അനുഗ്രഹീതമായ ഒരു യാത്രയാണ് ക്രിസ്തീയ ജീവിതം. അതിന് തുടക്കം കുറിച്ച ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് അധിക കാര്യങ്ങൾ പഠിച്ചില്ല. നമ്മൾ ദൈവം അനുവദിച്ചാൽ ഇനിയുള്ള ക്ലാസ്സിൽ കുറെ കൂടെ പെട്ടെന്ന് ഈ അധ്യായത്തിലെ മറ്റു വിഷയങ്ങൾ ഗ്രഹിക്കാനായിട്ട് ശ്രമിക്കും. കർത്താവ് നമ്മെ വചനങ്ങളാൽ അനുഗ്രഹിക്കും.